ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ JEE 2024 സെഷൻ 2ൻ്റെ ബി ആർക്കിൻ്റെ ആൻസർ കീ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ കിട്ടിയിട്ടുള്ള മാർക്സ് വെച്ചുകൊണ്ട് തന്നെ ഒരു പേഴ്സൻറ്റേജിൻ്റെ എത്ര പേഴ്സൻറ്റേജിലാണ് കിട്ടാൻ സാധ്യത, എത്ര റാങ്കാണ് ആ പേഴ്സൻറ്റേജിൽ കൺവേർട്ട് ചെയ്ത് വരാൻ സാധ്യത, ആ രീതിയിലുള്ളൊരു അനാലിസിസിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അനാലിസിസിലേക്ക് കടക്കുമ്പോൾ ഞാൻ അതിന് നമ്മുടെ പ്രീവിയസ് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ മാർക്സ്, കഴിഞ്ഞ കൊല്ലത്തെ പേഴ്സൻറ്റേജ്, അതുപോലെ തന്നെ ഇത്തവണത്തെ കോമ്പറ്റീഷൻ, ഇത്തവണത്തെ ടഫ്നെസ് ഓഫ് ദ പേപ്പർ, എത്ര കുട്ടികൾ ഇത്തവണ എക്സാം അറ്റൻഡ് ചെയ്തു മുതലായ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രഡിക്ഷനിലേക്ക് കിടക്കുന്നത്. നമ്മൾക്ക് പ്രീവിയസ്ലി പ്രഡിക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയായിട്ടുള്ളതുകൊണ്ട് പല കുട്ടികളും ഇത് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ 2024 ഫസ്റ്റ് സെഷനിൽ നോക്കുകയാണെങ്കിൽ 168 സ്കോർ കിട്ടിയ കുട്ടിക്കൊക്കെ 99.8 വളരെ നല്ല രീതിയിൽ ഡ്രോയിങ് വരയ്ക്കുന്ന കുട്ടികളാണ്. അപ്പോൾ 165 കിട്ടിയവർക്ക് 99.7, 154 കിട്ടിയ കുട്ടിക്ക് 99.4, 155 കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഡ്രോയിങ് കുറച്ച് ഇതായി വ്യത്യാസം വരുമ്പോൾ 99.36 ഈ രീതിയിലുള്ള മാർക്കുകളാണ് കിട്ടിയിട്ടുള്ളത്. ഈ പറയുന്ന മാത്സും ആപ്റ്റിറ്റ്യൂഡും കൂടി കൂട്ടുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള പേഴ്സൻറ്റേജിലാണ് ഞാൻ എൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്തവണത്തെ നമ്മളൊരു അനാലിസിസിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഫൈനലായിട്ട് കൺക്ലൂഡ് ചെയ്തെത്തിയിട്ടുള്ളത്. ഒരു 200 മാർക്സ് വിത്ത് ഗുഡ് ഡ്രോയിങ് ആണെങ്കിൽ 100% കിട്ടും. അതുപോലെ തന്നെ 200 വിത്ത് ആവറേജ് ഡ്രോയിങ് ആണെങ്കിലും ഏകദേശം 100% അടുത്ത് തന്നെ വരും. ഇപ്പോൾ 200 എന്നുള്ളൊരു 205 വരെയാണ് സ്കോർ ആണെങ്കിലും 100% അടുക്ക് എത്താനാണ് സാധ്യത. 190 വിത്ത് വെരി ഗുഡ് ഡ്രോയിങ് എന്ന രീതിയിൽ നല്ല രീതിയിൽ ഡ്രോയിങ് വരയ്ക്കുന്ന ഒരു കുട്ടിയാണ്. അതിന് വലിയ മിസ്റ്റേക്സ്, ടെക്നിക്കലായിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും വരുത്തിയിട്ടില്ലെങ്കിൽ 99.9 കിട്ടാനുള്ള സാധ്യത ഉണ്ട്. 190 വിത്ത് ജസ്റ്റ് അതിനേക്കാളും കുറച്ച് പൂവറായിട്ട് കമ്പാരിറ്റീവ് വെരി ഗുഡ് ഡ്രോയിങ്ങിനേക്കാളും കുറച്ച് മാർക്ക് കുറയാൻ സാധ്യതയുള്ള കുട്ടിയാണെങ്കിൽ 99.8 വരും. 185 സ്കോർ വിത്ത് വെരി ഗുഡ് ഡ്രോയിങ് വരികയാണെങ്കിൽ 99.8% വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഡ്രോയിങ്ങിൽ എത്ര മാർക്ക് കിട്ടും എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഉള്ളൊരു പ്രഡിക്ഷനാണ്. 185 വിത്ത് ആവറേജ് ഡ്രോയിങ് ആകുമ്പോൾ 99.7, 180 വിത്ത് വെരി ഗുഡ് ഡ്രോയിങ് ആണെങ്കിലും 99.7 തന്നെ കിട്ടും. 180 വിത്ത് ആവറേജ് ഡ്രോയിങ് ആകുമ്പോൾ 99.6 ഈ ഒരു രീതിയിലായിരിക്കും ബാക്കിലോട്ട് വരിക എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഒരു 155 സ്കോർ വിത്ത് വെരി ഗുഡ് ഡ്രോയിങ് ആണെങ്കിൽ 99 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 165 റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഉറപ്പായും വിത്ത് നല്ല ഡ്രോയിങ് ആണെങ്കിൽ 99% അബവ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാങ്ക് പ്രൊഡിക്ഷനിലേക്ക് വരുമ്പോൾ 99.9ൻ്റെ ഉള്ളിൽ 99.9, 99.1, 99.91, 99.99 ആ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ 100 ആകുമ്പോൾ ഫസ്റ്റ് റാങ്കാണ് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ 99.9 വരുമ്പോൾ ഒരു 120 റാങ്കിനുള്ളിൽ വരാനാണ് സാധ്യത. ആ രീതിയിൽ 99.8 കിട്ടുമ്പോൾ ഏകദേശം 240 അടിയിൽ റാങ്ക് കിട്ടാനാണ് സാധ്യത. 99.7 ആകുമ്പോൾ ഒരു 360 അടിയിൽ റാങ്ക് കിട്ടാനാണ് സാധ്യത. 99.7 ആകുമ്പോൾ ഒരു 500 അടിയിൽ വരാനാണ് സാധ്യത. 99.5 ആവുന്നതോടുകൂടി അതൊരു 600, 700ൻ്റെ ഉള്ളിൽ വരാനാണ് സാധ്യത. 99 എബോവ് വരുമ്പോൾ ജസ്റ്റ് 99 എബോവ് ആണ് വരുന്നതെങ്കിൽ ആ കുട്ടിയുടെ റാങ്ക് ഏകദേശം 700-750 ഉള്ളിലാണ് വരാനായിട്ടാണ് സാധ്യത എന്നാണ് എനിക്കിപ്പോൾ ഏകദേശം നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റാങ്ക് പ്രഡിക്ഷൻ. അപ്പോൾ നല്ല സ്കോർ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ കൺഗ്രാറ്റ്സ്. അപ്പോൾ റാങ്ക് വൺസ് വരുന്നതോടുകൂടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലൈസ് ആവുക. അതിനുശേഷം ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളെല്ലാം തന്നെ നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.